അധ്യായം 18. നിന്റെ പപ്പ എന്താണ് ചെയ്യാൻ പോകുന്നത്? ലിൻഡനോട് കാത്തി ചോദിച്ചു. അവൻ അതിനുള്ള മറുപടിയല്ല പറഞ്ഞത്. കുറച്ച് ചായ തരൂ. കാത്തി അവിടെയുള്ള ചായപാത്രത്തിൽ നോക്കി. ചായയുണ്ട്. കാത്തി കപ്പിൽ ചായ ഒഴിച്ച് ലിൻഡന് കൊടുത്തു. എനിക്ക് ദേഷ്യമാണ് വന്നത്. ഞങ്ങൾ കൂടെയുള്ളത് മാത്രമാണ് ലിൻഡൻ്റെ ധൈര്യം. ആ സമയം പിതാവിൽ നിന്ന് കൂടുതൽ ഉപദ്രവമുണ്ടാവില്ലെന്ന് അവൻ പ്രതീക്ഷിച്ചു. കാത്തി, നമ്മൾ വിവാഹം കഴിക്കണമെന്നാണ് പപ്പ വിചാരിക്കുന്നത്. അങ്ങനെ ത്രഷ്ക്രോസ് ഗ്രേഞ്ച് ലഭിക്കുക എന്നതാണ് ലക്ഷ്യം. വിവാഹം താമസിച്ചാൽ അതിനുള്ളിൽ ഞാൻ മരിച്ചു പോയെങ്കിലോ എന്ന് സംശയിച്ചുള്ളതാണ് ഈ പരിപാടികൾ. നമ്മുടെ വിവാഹം കഴിയും വരെ നമ്മൾ ഇവിടെ തടവുകാരായിരിക്കും. ലിൻഡൻ പറഞ്ഞത് കാത്തിക്ക് സഹിക്കാവുന്നതായിരുന്നില്ല. ഞാൻ വാതിലിന് തീ കൊളുത്തും, എന്നിട്ട് പുറത്തു കടക്കും, കൊച്ചുകുട്ടിയെപ്പോലെ കാത്തി പറഞ്ഞു. അപ്പോൾ തന്നെ അവളുടെ കണ്ണിൽപ്പെട്ടത് ഒരു ഇരുമ്പ് ദണ്ഡാണ്. അതെടുത്ത് വാതിലിൽ അടിക്കാൻ അവൾ ഓങ്ങിയതേ ഉള്ളൂ. ആ നിമിഷമാണ് വാതിൽ തുറന്നത്. ഹിത്ക്ലിഫ് അകത്തേക്ക് വന്നു. എന്നെ പുറത്തു വിടൂ, എനിക്ക് പപ്പയുടെ അടുത്ത് പോകണം. ഞാൻ കുറേ നേരമായി ഇവിടെ. പപ്പ എന്നെ കാണാതെ വേവലാതിപ്പെട്ടിരിക്കുകയാവും. കാത്തി കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. ഹിത്ക്ലിഫ് അപ്പോൾ ചിരിച്ചു. കാത്തിയുടെ പപ്പ വിഷമിച്ചിരിക്കുകയാണ് ഹിത്ക്ലിഫിന് ആവശ്യം. ഞാൻ വിചാരിച്ച കാര്യം നടക്കുന്നതുവരെ നിങ്ങൾക്ക് പുറത്തു കിടക്കാൻ കഴിയില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നീ ലിൻഡനെ വിവാഹം ചെയ്യണം. അത് ഞാൻ സമ്മതിക്കാം. എങ്ങനെയെങ്കിലും എന്നെ പുറത്തു വിടൂ. ഞാൻ ഈ വീട്ടിൽ തന്നെ കഴിഞ്ഞാൽ പോരെ? എന്നെ വേറെ മുറിയിലാക്കി പൂട്ടിയിട്ട ശേഷം ഹിത്ക്ലിഫിൻ്റെ വേലക്കാർ കാത്തിയെയും ലിൻഡനെയും കൊണ്ടുപോയി. 4 ദിവസമായി ഈ വീട്ടിൽ കഴിയുന്നു. എന്തു ചെയ്യണമെന്നറിയില്ല. രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് തന്നെ സംശയം. കാത്തിയുടെ കല്യാണം കഴിഞ്ഞതായി ഹിത്ക്ലിഫ് തന്നെയാണ് എന്നോട് പറഞ്ഞത്. എന്നിട്ടും ഞങ്ങളെ പുറത്തുവിട്ടില്ല. ഒരു നേരം ഹരേട്ടൻ ഭക്ഷണം കൊണ്ടുവന്ന് തന്നു. ഒരു ദിവസത്തിൽ മറ്റൊരു ജീവിയെ ആകെ കാണുന്നത് ഹരേട്ടൻ്റെ വരവ് മാത്രമാണ്. ബാക്കി സമയം മുഴുവൻ ഏകാന്ത തടവ് തന്നെ. എല്ലാ രേഖകളും തയ്യാറാക്കി കഴിഞ്ഞിരിക്കും. 5-ാം ദിവസം വൈകുന്നേരമാകുന്നതിന് മുന്നേ ഞങ്ങളെ പുറത്തുവിട്ടു. എഡ്ഗാറിൻ്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും വലിയ വ്യത്യാസമുള്ളതായി കണ്ടു. അവൻ വളരെ സന്തോഷത്തിലായിരുന്നു അപ്പോൾ. ഞങ്ങൾ കാണാതെ വിഷമിച്ചതൊന്നും മുഖത്ത് പ്രകടമായിരുന്നില്ല. കാത്തിയെ എഡ്ഗാർ അടുത്തിരുത്തിയിട്ട് അവളോട് മാത്രമായി പറഞ്ഞു, ഞാൻ പോവുകയാണ് എൻ്റെ കാതറിൻ്റെ അടുത്തേക്ക്. കുറേ കാലം കഴിഞ്ഞ് നീയും ഞങ്ങളുടെ അടുത്തേക്ക് വരണം. എഡ്ഗാർ പിന്നെ മിണ്ടിയില്ല. ശാന്തമായിട്ടാണ് അവസാന ശ്വാസം നേടിയത്. കാതറിൻ്റെ ശവകുടീരത്തിനടുത്ത് തന്നെ എഡ്ഗാറിനെയും സംസ്കരിച്ചു. ത്രഷ്ക്രോസ് ഗ്രേഞ്ച് സ്വന്തമായതോടുകൂടി വേലക്കാരെയെല്ലാം ഒഴിവാക്കി. എന്നെ എന്തുകൊണ്ടോ പറഞ്ഞയച്ചില്ല. ഹിത്ക്ലിഫ് മുറിയിലേക്ക് വരുന്നത് കണ്ട് കാത്തി ഓടിപ്പോകാൻ ശ്രമിച്ചു. ക്ലിഫ് തടഞ്ഞു നിർത്തിക്കൊണ്ട് കാത്തിയെ ഭീഷണിപ്പെടുത്തി. ഓടാനൊന്നും ശ്രമിക്കണ്ട, ഞാൻ നിന്നെ പിടിച്ചുകൊണ്ടുവരും. ഹാ. ഞാൻ അവർക്കിടയിൽ നിന്നുകൊണ്ട് പറഞ്ഞു, കാത്തി ഇവിടെ കഴിയട്ടെ. ലിൻഡൻ ഇങ്ങോട്ട് വന്ന് താമസിച്ചാൽ പോരെ? വേണ്ട, നിങ്ങൾ ആരും ഇവിടെ താമസിക്കേണ്ട. ഇത് ഞാൻ വാടകയ്ക്ക് കൊടുക്കുകയാണ്. എല്ലാവരും വുതറിംഗ് ഹൈറ്റ്സിലേക്ക് വന്നോളൂ. ഹിത്ക്ലിഫ് ആ മുറി ആകെ ഒന്ന് പരിശോധിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു സന്ദർശകനായി വന്ന അതേ മുറി. അവിടെ ഭിത്തിയിൽ കാതറിൻ്റെ വലിയൊരു ഛായാപടം തൂക്കിയിട്ടിരുന്നു. ഹിത്ക്ലിഫിൻ്റെ ദൃഷ്ടി കുറേ നേരം ആ പടത്തിൽ തറച്ചു നിന്നു. ഞാൻ ഈ പടം എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ആരോടെന്നില്ലാതെ ക്ലിഫ് പ്രഖ്യാപിച്ചു. ഒരു വിചിത്രമായ ചിരി ആ മുഖത്ത് പടർന്നു. എൻ്റെ മുഖത്തേക്ക് കുറച്ചു നേരം നോക്കിയ ശേഷം വീണ്ടും പറഞ്ഞു, ഇന്നലെ ഞാൻ എന്താണ് ചെയ്തതെന്ന് അറിയാമോ? കാതറിൻ്റെ കല്ലറ തുറപ്പിച്ചു.
ഒരിക്കൽ കൂടി ആ മുഖം കണ്ടു. ഞാൻ മരിച്ചാൽ എന്നെയും അവിടെ തന്നെ സംസ്കരിക്കണമെന്ന് അതിൻ്റെ ആൾക്കാരോട് ഏൽപ്പിച്ചിട്ടുമുണ്ട്. എനിക്ക് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. മരിച്ചവരെ ശല്യപ്പെടുത്തുന്നതിൽ നിങ്ങൾക്ക് മനപ്രയാസം തോന്നിയിട്ടില്ലേ? ഞാനോ? ശല്യമോ? എന്നെ അവളാണ് ശല്യപ്പെടുത്തിയത്. 18 വർഷങ്ങളായി അവൾ എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രി വരെ. കഴിഞ്ഞ രാത്രി ഞാൻ സമാധാനമായി ഉറങ്ങി. കാതറിൻ്റെ മുഖം ഒരിക്കൽ കൂടി കണ്ടതോടുകൂടിയാണ് ഹീത്ക്ലിഫിന് സമാധാനമായത്. എന്നോട് എപ്പോഴും കാണാൻ ചെല്ലണമെന്ന് കാത്തി ആവശ്യപ്പെട്ടു. ഹീത്ക്ലിഫ് അത് നിഷേധിച്ചു. കാത്തി വീട്ടിലെത്തിയതും ലിൻഡൻ്റെ മുറിയിലേക്ക് ഓടിക്കയറി. ഇല്ല, കുഴപ്പമൊന്നുമില്ല. അവൾ ആശ്വാസത്തോടെയാണ് കഴിഞ്ഞത്. രാവിലെ ഹരേട്ടൻ പ്രാതൽ കഴിക്കുകയായിരുന്നു. കാത്തി ഒരു കൊടുങ്കാറ്റ് പോലെ അവൻ്റെ മുന്നിലെത്തി. ലിൻഡന് അസുഖം കൂടുതലാണ്, ഡോക്ടറെ വേഗം കൊണ്ടുവരണം. ഹരേട്ടൻ അപ്പുറത്ത് നിൽക്കുന്ന ഹീത്ക്ലിഫിനെ നോക്കി. ഡോക്ടറെ വരുത്തേണ്ട ആവശ്യമൊന്നുമില്ല. നീ പോയി നന്നായി ശുശ്രൂഷിച്ചോളൂ. ലിൻഡിൻ്റെ അടുത്തേക്ക് തന്നെ കാത്തിപ്പോയി. കുറേ സമയം കഴിഞ്ഞപ്പോൾ സില്ല എന്ന വേലക്കാരിയുടെ അടുത്ത് കാത്തി ചെന്ന് സഹായം അഭ്യർത്ഥിച്ചു. സില്ല, നോക്ക്, ലിൻഡിന് തീരെ സുഖമില്ല. ഡോക്ടറെ കൊണ്ടുവരാൻ നിങ്ങളൊന്ന് പറയൂ. അവർ അത് കേട്ട ഭാവം നടിച്ചില്ല. പാതിരാത്രിയായി. മണി അടിക്കുന്നത് കേട്ടാണ് എല്ലാവരും ഉണർന്നത്. പോയി വിവരം തിരക്കുക, സില്ലയോട് ഹീത്ക്ലിഫ് കൽപ്പിച്ചു. സില്ല വന്ന് നോക്കി. വിവരം ഹീത്ക്ലിഫിനെ അറിയിച്ചു. ഹീത്ക്ലിഫ് ലിൻഡൻ്റെ മുറിയിൽ വന്നു. കാത്തി കിടക്കയുടെ അടുത്ത് ഇരിക്കുകയാണ്. കാൽമുട്ടുകളിൽ കൈകൾ വെച്ച് മുഖം താങ്ങിക്കൊണ്ടാണ് ഇരിക്കുന്നത്. കാത്തി, എന്തു തോന്നുന്നു? ലിൻഡൻ സുരക്ഷിതനാണ്. ഞാൻ പരിപൂർണ സ്വതന്ത്രയും. കാത്തി ആ മുറിയിൽ നിന്നും പുറത്തിറങ്ങിയില്ല. 2 ആഴ്ച അവിടെ കഴിച്ചുകൂട്ടി. അങ്ങോട്ടേക്ക് ആരും പ്രത്യേകിച്ച് ചെല്ലാറുമില്ല. സഹിക്കാനാവാത്തത്ര തണുപ്പ് കൂടി. അവിടെ ഇരിക്കാൻ കഴിയാതെയായപ്പോൾ കാത്തി താഴത്തെ മുറിയിലേക്ക് വന്നു. ഹരേട്ടനും സില്ലയും അപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഹീത്ക്ലിഫ് പുറത്തുപോയ സമയമാണ്. കാത്തി പുസ്തകങ്ങൾ കണ്ട് എടുത്തു മറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. ഹരേട്ടൻ വന്ന് അതിലെ ചിത്രങ്ങൾ നോക്കിക്കണ്ടു. അത് വായിക്കാൻ പറയൂ, ഹരേട്ടൻ സില്ലയോട് ആവശ്യപ്പെട്ടു. കാത്തി, ആ പുസ്തകം വായിച്ചു കൊടുക്കാൻ. ഹരേട്ടന് കേൾക്കാൻ കൊതിയാണത്രേ. എനിക്കിപ്പോൾ നിങ്ങളോടൊന്നും പറയാനില്ല. ഞാൻ ഒറ്റയ്ക്കായിരുന്നപ്പോൾ എനിക്ക് സഹായം ആവശ്യമായ സന്ദർഭത്തിൽ നിങ്ങളാരും അങ്ങോട്ട് തിരിഞ്ഞുപോലും നോക്കിയില്ല. ഇനി എനിക്ക് ദയയെ വേണ്ട. കാത്തിയുടെ സ്വരം പരുഷമായിരുന്നു. ഹരേട്ടൻ എന്തോ പറയാനാഞ്ഞു. കാത്തി അത് തടയുന്ന വിധത്തിൽ പറഞ്ഞു, മിണ്ടാതിരുന്നോ, ഞാൻ പുറത്തു പോവുകയാണ്, എങ്ങോട്ടെങ്കിലും. നിങ്ങളുടെ ദുഷിച്ച ശബ്ദം എനിക്ക് കേൾക്കണ്ട. ഹരേട്ടന് കലി കയറി. എന്നാലേ നരകത്തിലോട്ട് ചെല്ല്. കാത്തിക്ക് സ്നേഹിക്കുവാൻ കഴിയുന്നവരായി ആ വീട്ടിൽ ആരുമില്ലാതായി. അധ്യായം 18 ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ വായിച്ച കഥ എവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ. നന്ദി, നമസ്കാരം.